ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ്. ഈ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത, ഞാൻ ഒരു ദിവസം 7 ട്രെയിൻ കയറി ഒരു കഥയും കൂടിയാണ്. അപ്പം എനിക്ക് 7 ട്രെയിൻ കയറി ഓരോരുത്തർ ഇത്ര മണിക്കൂറൊക്കെ വരുന്നത് കേൾക്കുമ്പം എന്തൊരു പാടായെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചേ. പിന്നെ ഒരു കാര്യത്തിന് ഞാൻ ഹാപ്പിയാണ്, കാരണം എൻ്റെ ലഗേജ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് യാത്ര വളരെ സുഖമായിട്ട് തോന്നി. ഞാനിപ്പോൾ കയറിയ യാത്രയിൽ മിക്കവരും ഒരുപാട് ലഗേജ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ എന്താ കയറാനുള്ള ട്രെയിൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവുമായിരുന്നു. ഇടയ്ക്കൊരു ട്രെയിൻ മിസ്സായപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ട്രെയിൻ എനിക്ക് കയറേണ്ടി വന്നു. അങ്ങനെയാണ് 6 ട്രെയിനുള്ളതൊന്നും എനിക്ക് 7 ട്രെയിനിലോട്ട് വന്നത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ പ്രഡിക്റ്റ് ചെയ്യാതെ എനിക്കൊരു 3 കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി. ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കുട്ടികളെയാണ്. ആദ്യത്തെ ട്രെയിൻ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ വെച്ചു ഇനി അങ്ങോട്ട് ഫുൾ ഒറ്റയ്ക്കാണ്, ഒരു സിനിമയൊക്കെ കണ്ടൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഇവിടുന്ന് തൊട്ട് എനിക്ക് 3 പിള്ളേരെ കിട്ടിയത്. അപ്പം 3ഉം ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന പിള്ളേരാണ്. 3 പേരും ഇത് കണ്ടോ, ആ ചുരുട്ട് പുടിക്കാർ ഒരു എന്താ പറയുക, ഫുഡ് ട്രാവലറാണെന്നൊരു ഫുഡ് മൊത്തം കയ്യിലുണ്ട്. ആള് നമുക്ക് പാസ്ത തന്നു, മുന്തിരി തന്നു, പിന്നെ വേറൊരു കുട്ടി നമുക്ക് ലേസൊക്കെ തന്നു. ഞാൻ പൊതുവെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കഴിക്കൂല, കാരണം എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു പേടി, എപ്പോഴും ഒരു ബാത്റൂമിൽ പോകാൻ കിട്ടും, പ്രത്യേകിച്ച് തണുപ്പും കൂടെ ആയപ്പം. അപ്പം നമ്മൾ ഇവിടെ വെച്ച് കണ്ട് അവരുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. നമ്മുടെ സോണിയുടെ ഫോണാണ്, പുതിയ ഫോൺ. സോണി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഫോണാണ് കേട്ടോ, പുതിയ ഐഫോൺ. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ യാത്രയിൽ കുറേ കാര്യങ്ങൾക്ക് തീരുമാനം, നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം നമുക്ക് പല കാര്യത്തിനും നമ്മൾ പോലും അറിയാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങൾക്ക് നമ്മൾ സ്വയമേ തീരുമാനം എടുക്കാനൊക്കെ പറ്റും. എനിക്ക് ഈ യാത്രയിൽ തീരുമാനങ്ങൾ പ്ലാൻ അല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചില സമയത്ത് നമുക്ക് ചില യാത്രകളിൽ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തന്ന ഫുഡാണ്. ഞാൻ നോൺ വെജ് അധികം അങ്ങനെ കഴിക്കാറില്ല, കറിയൊക്കെ എനിക്ക് ഫ്രൈഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ചെറുതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ജർമ്മനിൽ വേറൊരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തിരിച്ചു വരണം, കാരണം എനിക്ക് വെക്കേഷൻ തീരാറായി, വന്നിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പം ഇന്ന് ഞായറാഴ്ച നല്ല പണി ഉണ്ടായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ ഇറങ്ങി, അങ്ങനെ വൈകിട്ട് നമ്മൾ വരുമായിരുന്നു. അപ്പോൾ ഇതിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് കുറച്ച് വീഡിയോസ്, എൻ്റെ എക്സ്പീരിയൻസിൽ വന്ന കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. എനിക്ക് അങ്ങോട്ട് ടൈം കിട്ടിയില്ല, ഇപ്പം സീസണും കൂടെ മാറിയപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കൂടെ വന്നതുകൊണ്ടാണ് ഇടാത്തത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായത് വീഡിയോസ് ഇപ്പം റീൽസിലൊന്നും കാണുന്നത്. ശരിക്കും നമ്മളിങ്ങനെ ഉത്തരവാദിത്തത്തിൽ വരുമ്പം നമ്മൾ പല കാര്യങ്ങളും മറന്നു. പണ്ട് എനിക്കൊരു പണിയില്ലാതെ ഞാൻ ഫ്രീ ബേർഡായിട്ട് നിന്ന ടൈമിലാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ഫൈനൽ ഞാൻ വീടെത്തി. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും 2026.